നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തെന്നലോ തൂവൽ കൂടിൻ വാതിൽ ചാരി മെല്ലിനെ നിന്നിളം മേലാകെ മുത്തം ചാർത്തും രാത്രിയിൽ കനലു പോലുള്ളിൽ നീറിത്തീരാ മോഹങ്ങൾ ചിറകു നീർത്തുന്ന പ്രാവായി പാറിക്കിനാക്കൂട്ടം മൊഴികൾ മായുന്ന നേരം മൗനം പാടുമ്പോൾ മധുരമൂറുന്ന ചുണ്ടിൽ ചുണ്ടാൽ തൊടും ഞാനും പരൽ നീനോടി തുടിക്കുന്നു മലർ കൺകോണിൽ ചേരാതെന്നോണം എനിക്കായി മാത്രം കിടാതാളിടും കിരാനാളം. വീട്ടിൽ ചെന്ന ഉടനെ വിളിക്കണം. അതെന്നോട് പ്രത്യേകം പറയണോ? ചന്ദ്രകാന്റിക്ക് സുഖമാകുമ്പോഴേക്കും നിന്റെ പരിശുദ്ധി ഞാൻ തെളിയിച്ചിരിക്കും. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്തിരിക്കും. അതിനുവേണ്ടി കൂടുതൽ റിസ്ക് ഒന്നും എടുക്കരുത്. മിഥുൻ അപകടകാരിയാണെന്ന് ഞാൻ സാറിനോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, പക്ഷേ ഞാനും അപകടകാരിയാണ്. അവനേക്കാൾ ഡേഞ്ചർ. എന്നെ അപകടപ്പെടുത്തിയതും വീണ്ടും ആക്രമിച്ചതൊക്കെ ഞാൻ പൊറുക്കും. പക്ഷെ എന്റെ പെണ്ണിന്റെ പരിശുദ്ധിക്ക് നേരെ തിരിഞ്ഞ നിമിഷം മുതൽ അവന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. നീ പോയിക്കോ. എല്ലാവരുടെ മുമ്പിൽ ഒരു റൗണ്ട് പെർഫോമൻസോടെ നടത്ത്. ചെല്ല്. പകലുണരുന്നു നിന്റെ മൊഴിയാലെ തൊടി നീലമാകെ നിന്റെ കാൽത്താളം എൻ കനിയേ നീ വിട പറയാതെ കര കാണാ ദൂരങ്ങൾ വന്നിടാ മിഴി തേടാ ലോകം തിരഞ്ഞിടാ അൻപേ എൻ ചങ്ങാതി എങ്ങു നീ എൻ കൺപാതി കൂടെ നീ ഇല്ലാതെ ഉരുകി വീഴും ജന്മം ഞാൻ. പകലുണരുന്നു നിന്റെ മൊഴിയാലെ തൊടി നീലമാകെ നിന്റെ കാൽത്താളം എൻ കനിയേ നീ വിട പറയാതെ കര കാണാ ദൂരങ്ങൾ വന്നിടാ മിഴി തേടാ ലോകം തിരഞ്ഞിടാ അൻപേ എൻ ചങ്ങാതി എങ്ങു നീ എൻ കൺപാതി. മോളെ മോളെ നിധി, അമ്മ പറയുന്നതൊന്ന് കേൾക്കും മോളെ. നീ പോകരുത് മോളെ. നിൽക്ക്. ഒരു വാശിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ് മോളെ. പിന്നെ അതിൽ നിന്ന് കരകയറാൻ ചക്രശ്വാസം വലിക്കേണ്ടി വരും. അമ്മയും അച്ഛനും എന്നെ തടയരുത്. ഇന്നിങ്ങനെയൊക്കെ നടക്കണമെന്ന് വിധിയുണ്ട്. അത് നടന്നേ തീരൂ. അതിന് മാത്രം ഒന്നും നടന്നിട്ടില്ലല്ലോ മോളെ. ഏട്ടത്തിക്ക് ഏട്ടിനും ഒന്നും നടന്നിട്ടില്ലായിരിക്കും. പക്ഷേ ഗൗതമിന് അങ്ങനെയല്ല. വഞ്ചകയായ ഇവളുടെ കൂടെ ഒരു നിമിഷം പോലും ജീവിക്കാൻ അവന് കഴിയില്ല. ആയിക്കോട്ടെ, പക്ഷേ ആന്റി ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഞാൻ പോകുന്നത് തൽക്കാലത്തേക്ക് മാത്രമാണ്. തിരിച്ചു വരും. അല്ലെങ്കിൽ ഒരു ദിവസം നീ വന്നേ പറ്റൂ. ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിടണമല്ലോ. അതെന്താണെന്ന് ഞാൻ നിന്നെ വിളിച്ചു പറയാം. ഞാൻ സൈൻ ചെയ്യുന്നുള്ളത് ആന്റിയുടെ മോഹം മാത്രം, അതിമോഹം. ഒരു പെറ്റീഷനിൽ ഞാൻ ഒപ്പിടില്ല.
സാറിന് ഡിവോഴ്സ് കൊടുക്കുകയില്ല. എങ്കിൽ പിന്നെ നീ എന്തിനാ മോളെ പോകുന്നത്? പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, തിരിച്ചു വരാൻ വേണ്ടി തന്നെയാ ഞാൻ പോകുന്നത്. വസുന്ധര ആന്റി പറഞ്ഞതുപോലെ വരുന്നത് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാനല്ല, എന്നെ ചതിച്ചവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാ. എന്നേക്കുമായി പുറത്താക്കാൻ. മോളെ മോളെ നിധി പോകല്ലേ മോളെ. നിധി മോളെ നിധി മോളെ പറയുന്നതൊന്ന് കേൾക്ക്. നീ പോകല്ലേ മോളെ. മോളെ അമ്മ പറയുന്നതൊന്ന് കേക്ക്. മോളെ നീ പോകാണെങ്കിൽ ഞാനും കൂടെ വരും. നിന്റെ കൂടെ കഴിയുന്നത് എനിക്ക് സന്തോഷം. അമ്മ കരയരുത്. ഇത് മുഴുവനും വസുന്ധര ആന്റിയെ കാണിക്കാൻ ഞാനും ഗൗതം സാറും കൂടി നടത്തുന്ന ഷോയാണ്. വെറും അഭിനയം. ഗൗതം സാർ ഇതെല്ലാം കണ്ട് ബാൽക്കണിയിൽ വിഷമത്തോടെ നിൽപ്പുണ്ട്. പക്ഷെ അമ്മ ഇപ്പൊ തിരിഞ്ഞു നോക്കരുത്. വസുന്ധര ആന്റി നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നീ പിന്നെ പോകുന്നത് എന്തിനാ? അഭിനയാണെങ്കിലും പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞങ്ങള് പിരിഞ്ഞെന്നോർത്ത് ആന്റി സന്തോഷിക്കട്ടെ. ഒടുവിൽ ചിരിക്കുന്നത് നമ്മളായിരിക്കും. അമ്മയെ തനിച്ച് കിട്ടുമ്പോ സാറെല്ലാം പറയും. തൽക്കാലം ഇതൊന്നും അച്ഛനോട് പറയില്ലേ പ്ലീസ്. ഇല്ല മോളെ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിന്നേക്കാളും ഗൗതമിനേക്കാളും നന്നായി അഭിനയിക്കാൻ എനിക്കറിയാം. ആണോ? എങ്കിലമ്മ പൊളിച്ചടുക്ക്. മോളെ ഈ നിത്യ ദുഃഖത്തിൽ അമ്മയെ തനിച്ചാക്കി നീ വിട പറയുകയാണോ? പോകരുത് മോളെ, പോകരുത്. ഈ അമ്മയെ വിട്ടു പോകല്ലേ മോളെ. ഈശ്വര, അമ്മ പ്ലീസ് കോളവാക്കല്ലേ അമ്മ. അയ്യോ മോളെ പോകല്ലേ, അയ്യോ മോളെ പോകല്ലേ, പോകല്ലേ, അയ്യോ മോളെ പോകല്ലേ. അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു. എടാ എന്താണ് ഇവിടെ നടക്കുന്നത്? നീ നിധിയും കൂടെ നാടകം കളിക്കുകയാണെന്ന് അവള് പറഞ്ഞു. ഇനി ബാക്കി നീ പറഞ്ഞു. നിധി വീട്ടിൽ പോയത് അവളുടെ അമ്മയെ ശുശ്രൂഷിക്കാനാ. ചന്ദ്രകാന്റിക്ക് ജോണ്ടിസാ. അതിന് നിങ്ങൾ വഴക്കിടുന്നായിട്ട് നാടകം കളിക്കുന്ന എന്തിനാ? അമ്മയെ കാണിക്കാൻ. ഞങ്ങൾ തമ്മിൽ വഴക്കിട്ട് വേർപിരിയാണെന്ന് തോന്നിയാൽ അമ്മ നിധിക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കും. ഞങ്ങൾ തമ്മിൽ അകന്നിരുന്നാലും നിധിക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാവുമല്ലോ. അതാ ആശ്വാസം. എത്ര നാളിങ്ങനെ നാടകം കളിക്കാനാവും? അധിക നാളൊന്നും വേണ്ടിവരില്ല. ചന്ദ്രകാന്റിയുടെ റെസ്റ്റ് തീരും മുമ്പ് മിഥുന്റെ കട്ടയും പടവും ഞാൻ മടക്കും. നിധിയുടെ നിരപരാധിത്വം തെളിയുന്നതോടെ അമ്മയ്ക്ക് അവളോടുള്ള എതിർപ്പം മാറും. പിന്നെ കെട്ടുകഥകൾ ഇനിയും വരും. പക്ഷേ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ആരോപണമാണ് ഇപ്പൊ നിധിക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത്. അതെനിക്കൊരു നീർക്കുമ്പള പോലെ പൊട്ടിച്ച് കളഞ്ഞേ പറ്റൂ.